ഡെയ്സി ഞെട്ടിപ്പോയി. മുറിക്കുള്ളിൽ ഒരാൾ നിൽക്കുന്നു. തനിക്ക് അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ. അലറിക്കരഞ്ഞ് അവൾ തിരിഞ്ഞോടാൻ തുനിഞ്ഞപ്പോൾ അവറാച്ച മുതലാളി പുറത്തുനിന്ന് വാതിൽ വലിച്ചടച്ചു. താക്കോൽ കീഹോളിൽ തന്നെ ഉണ്ടായിരുന്നു. അയാളത് തിരിച്ച് മുറി പൂട്ടി. പിന്നെ പെട്ടെന്ന് വീഡിയോയിൽ ഒരു ഇംഗ്ലീഷ് ചിത്രത്തിന്റെ കാസറ്റ് ഇട്ട് പ്ലേ ചെയ്യിച്ചു. ടെലിവിഷനിൽ ഒരു നൃത്തരംഗം തെളിഞ്ഞു. ഒപ്പം കാതടുപ്പിക്കുന്ന വാദ്യമേളങ്ങളും ഉയർന്നു. അടഞ്ഞ വാതിൽപ്പാളിയിൽ ഇടിച്ച് ഡെയ്സി നിലവിളിച്ചു. പക്ഷേ അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. ഇംഗ്ലീഷ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതത്തിൽ അമർന്നുപോയി അവളുടെ ശബ്ദം. ചെറുപ്പക്കാരൻ പിന്നിൽ വന്നു നിന്ന് അവളുടെ ചുമലിൽ കൈവച്ചു. ചീ, മാറി നിൽക്ക്, എന്നെ തൊട്ടുപോകരുത്, അവൾ ഗർജിച്ചു. അവളുടെ തീപ്പൊരി ചെറുന്ന നോട്ടം അയാളുടെ കണ്ണുകളിൽ ചുഴിഞ്ഞിറങ്ങി. പക്ഷേ അയാൾക്ക് കൂസലുണ്ടായില്ല. എടി പെണ്ണെ, നീ കുടുംബത്തിൽ പറഞ്ഞതാണെന്നും ആദ്യമായിട്ടായതുകൊണ്ടും കുറച്ച് എതിർക്കുമെന്നൊക്കെ അവറാച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കും കൂടെ വേണ്ടി ഞാൻ പാടുവിടുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ചീറുന്നത്? അയാൾ അവളുടെ ഹാഫ് സാരി വലിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു. ഡെയ്സിയുടെ കണ്ണുകൾ നിറഞ്ഞിറങ്ങി. എതിർക്കുന്നതിനേക്കാൾ നല്ലത് കരുണയാചിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. യൗവനം തളിരിട്ട് നിൽക്കുന്ന ആ പാവം പെൺകിടാവ് തൊഴുതു പിടിച്ചപേക്ഷിച്ചു. എൻ്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യരുതേ. എൻ്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതാ. ദേ, ഈ മോതിരം നോക്ക്, എന്നെ കെട്ടാൻ പോകുന്ന ആളിട്ടതാ. ചെറുപ്പക്കാരൻ അത് കേട്ടിട്ട് ഒരൊറ്റ ചിരി. എടി, ഇതും ഒരു കല്യാണമാ. ഞാനും തരാം നിനക്കൊരു മോതിരം. പക്ഷേ കല്യാണത്തിന് മുമ്പല്ലെന്ന് മാത്രം, എല്ലാം കഴിഞ്ഞിട്ട്. അയാൾ അവളെ ബലമായി കൈക്ക് പിടിച്ച് കിടക്കയിലേക്ക് വലിച്ചിഴച്ചു. ഡെയ്സി സർവ്വശക്തിയുമെടുത്ത് കുതറി. പിശാചുകൾ മേയുന്ന കാളരാവിൽ പിറന്നു വീണവനായിരുന്നു അയാൾ. കരുണ ലവലേശമില്ലാത്തവൻ. അവളുടെ മൃദുമേനിയിലെ സുഖം പകർന്നെടുക്കാൻ അയാളിൽ ഒരു കാട്ടാളൻ ഉണർന്നെഴുന്നേറ്റു. അയാൾക്ക് കൊടുങ്കാറ്റിന്റെ കരുത്തു കിട്ടി. ഡെയ്സിയെ കോരിയെടുത്ത് അയാൾ കിടക്കയിലിട്ടു. തളിരിന്റെ മൃദുലതയുള്ള അവളുടെ ശരീരത്തിനു മീതെ ഒരു കാട്ടുമൃഗത്തെ പോലെ അയാൾ അമർന്നു. വേലക്കാരൻ മുത്തു അടുക്കള വാതിൽക്കൽ നിന്ന് കണ്ണുകൾ തുടച്ചു. സങ്കടം കൊണ്ട് അവന്റെ ഹൃദയം വിങ്ങുകയാണ്. മുതലാളിയുടെ മുറിക്കുള്ളിൽ നടക്കുന്നത് എന്തെന്ന് അവനറിയാം. ഇതിനു മുമ്പും പലതവണ പെൺകുട്ടികളെ കൊണ്ടുവന്ന് മുതലാളി പലർക്കും സമർപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ മുത്തുവിന് അപരിചിതരായ പെൺകുട്ടികളായിരുന്നു. പോരാത്തതിന് ചീത്ത സ്വഭാവമുള്ളവരും. പക്ഷേ ഇത് അങ്ങനെയല്ല. മുത്തുവിനെ അറിയില്ലെങ്കിലും മുത്തുവിന് ഡെയ്സിയെ അറിയാം. ലാസറും മക്കളും ഇടത്തലയിലുള്ള എല്ലാവർക്കും സുപരിചിതരാണ്. തനിക്ക് എന്ത് ചെയ്യാനൊക്കും? മുത്തു സ്വയം ചോദിച്ചു. പണത്തിൻ്റെ മേൽ പണമായിട്ടും മുതലാളി പാപചിന്തയില്ലാതെ എന്തിലെല്ലാം ഏർപ്പെടുന്നു. മുത്തുവിനോ മുത്തുവിനെ പോലെയുള്ള മറ്റു നിരവധി പേർക്കോ അയാളെ നേർവഴിക്ക് കൊണ്ടുപോകാനുള്ള ശക്തിയില്ല. കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക്, അതാണ് മുതലാളിയുടെ ചിന്ത. താൻ ചവിട്ടി അമർത്തുന്നത് ആരുടെയൊക്കെ ആത്മാവിനെയാണെന്നുള്ള നോട്ടം അയാൾക്കില്ല. അധികാരം, പണം, സ്വാധീനശക്തി, ലോകത്തുള്ള എല്ലാവരും തനിക്ക് കീഴിലായിരിക്കണം. സമയം കടന്നുപോയി. വെളിയിൽ ഒരു മോട്ടോർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. മുത്തു ഓടിച്ചെന്ന് നോക്കി. കാര്യം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ പോവുകയാണ്. കാലൻ. ഒരൊറ്റയേറിന് അവൻ്റെ തലമണ്ട പൊളിച്ചിടണം. അഴിഞ്ഞുലഞ്ഞ വസ്ത്രങ്ങളോടെ ചിതറി വീണ തലമുടിയോടെ കിടക്കയിൽ കമിഴ്ന്നു കിടന്ന് ഡെയ്സി തേങ്ങിക്കരഞ്ഞു. താൻ ഇത്ര നാളും കാത്തു സൂക്ഷിച്ചതൊക്കെയും അപരിചിതനായ ഒരു മനുഷ്യൻ കവർന്നെടുത്തിരിക്കുന്നു. അതിക്രൂരമാം വിധം അരങ്ങേറിയ ആ ചതിയെക്കുറിച്ച് ഓർക്കാനുള്ള ശക്തി പോലും അവളിൽ അവശേഷിച്ചിട്ടില്ല. സഹോദരൻ ഫോണിൽ വിളിക്കുന്നുവെന്ന് പറഞ്ഞ് മുറിയിൽ കയറ്റിയിട്ട് തന്നെ നശിപ്പിച്ചു. ദ്രോഹി. ഡെയ്സി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഏങ്ങലടിച്ച് കരഞ്ഞു. അപ്പോൾ ചുമലിൽ ആരോ ഒന്ന് തൊട്ടു. കിടന്ന കിടപ്പിൽ അവൾ തലചരിച്ചു നോക്കി. അവറാച്ചൻ മുതലാളി. അയാളുടെ കയ്യിൽ ഏതാനും 100 രൂപ നോട്ടുകൾ. തൽക്കാലം ഇതിരിക്കട്ടെ, നമുക്ക് വീണ്ടും കാണാം, ഗൂഢമായ ഒരു മന്ദഹാസത്തോടെ മുതലാളി പറഞ്ഞു. അയാൾ പച്ച നോട്ടുകൾ കിടക്കയിൽ വെച്ചു. ഫാ, കെട്ടനാറി, അവൾ പിടഞ്ഞെഴുന്നേറ്റു. ആ നോട്ടുകളെടുത്ത് അയാളുടെ മുഖത്തിനു നേർക്ക് വലിച്ചെറിഞ്ഞു. അവറാച്ച മുതലാളി സേഫ് തുറന്ന് പെട്ടെന്ന് റിവോൾവർ കയ്യിലെടുത്തു. ഇത് കണ്ടോ? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോളൂ. ജീവനിൽ കൊതിയുള്ളത് തനിക്കാം.
എനിക്കിനി മരണത്തിനോടാ കൊതി. വെടിവെക്ക്. അവൾ കട്ടിലിൽ നിന്നിറങ്ങി വന്ന് അയാൾക്ക് മുമ്പിൽ നിന്നു. ഭീഷണിപ്പെടുത്തുകൾ കൊണ്ടൊന്നും ലാസറിന്റെ മകൾ പേടിക്കില്ലെന്ന് മുതലാളിക്ക് മനസ്സിലായി. അയാൾ മറ്റൊരടവെടുത്തു. ഞാനിപ്പോ പോലീസിന് ഫോൺ ചെയ്യും. പണത്തിന് വേണ്ടി മറ്റാർക്കോ വശപ്പെട്ട നീ ഇവിടെ വന്ന് എന്നെ അപമാനിക്കുകയാണെന്ന്, അതും ഭാര്യയും 2 മക്കളുമുള്ള എന്നെ. അവറാച്ച മുതലാളി ചെന്ന് റിസീവർ കയ്യിലെടുത്ത് ഏതോ നമ്പർ കറക്കി. തന്നെ ഈ വേഷത്തിൽ കണ്ടാൽ പോലീസ് സംശയിക്കും. വലിയവർക്ക് കൂട്ടുനിൽക്കുന്നതാണ് ഇവിടുത്തെ നിയമം. ഡേസിക്ക് അതറിയാം. അവൾ രോഷത്തോടെ പറഞ്ഞു. തൽക്കാലം ഞാൻ പോകുന്നു. പക്ഷേ നമുക്ക് തമ്മിൽ വീണ്ടും കാണേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഈ വഞ്ചനയ്ക്ക് ഞാൻ പകരം വീട്ടും. അവൾ വേഗം വസ്ത്രങ്ങൾ നേരെയാക്കി, മുടി കോതിക്കെട്ടി, മുഖം തുടച്ചു. കത്തുന്ന കണ്ണുകളോടെ അയാളെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ഇറങ്ങി നടന്നു. വേലക്കാരൻ മുത്തു അവളുടെ പോക്ക് നോക്കി നിന്നു. ആ 14 വയസ്സുകാരൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പിന്നിലൊരു കാൽപ്പെരുമാറ്റം. മുത്തു ഞെട്ടിത്തിരിഞ്ഞു. അവറാച്ച മുതലാളി നടന്നെടുക്കുന്നു. അയാളുടെ മുഖത്തെ ക്രൂരത മനസ്സിലായപ്പോൾ അവൻ ഈയലുപോലെ വിറച്ചു. ഒരക്ഷരം പുറത്തു മിണ്ടിയാ നിന്നെ ഞാൻ കൊന്നു കൊഴിച്ചു മൂടും. അവൻ്റെ ചുമലിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് മുതലാളി താക്കീത് കൊടുത്തു. ഡെയ്സിയുടെ ഹൃദയം നീറിപ്പുകയാണ്. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവൾ വളരെ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. നരകത്തിലെ തീക്കാറ്റ് വീശിയതുപോലെ തൻ്റെ മനസ്സും ശരീരവും പൊള്ളിക്കഴിഞ്ഞിരിക്കുന്നു. ബലാത്കാരമായിട്ടാണെങ്കിലും താൻ കളങ്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ സർവവും നശിച്ചിരിക്കുന്നു. സ്വന്തം തീരുമാനമനുസരിച്ചാണ് മുതലാളിയെ കാണാൻ പോയത്. ആ വെളുത്ത ശരീരത്തിനുള്ളിലെ ഹൃദയത്തിന് ഇത്രയും കറുപ്പുണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല. ഒരു പെണ്ണിൻ്റെ പരിശുദ്ധിക്ക് കളിപ്പാട്ടത്തിൻ്റെ വില പോലും കൽപ്പിക്കാത്തവൻ. തൻ്റെ വിരൽത്തുമ്പിലെങ്കിലും ഒന്ന് തൊടാൻ കൊതിച്ച് ജെയിംസ് എത്രയോ തവണ അടുത്തു വന്നിരിക്കുന്നു. അപ്പോഴെല്ലാം നന്മയുടെ വഴി പറഞ്ഞ് താൻ അയാളെ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ട് അവസാനം ഒരു പരിചയവുമില്ലാത്ത നീചനായ ഒരു ചെറുപ്പക്കാരൻ ക്രൂരമായി തന്നെ അനുഭവിച്ചിരിക്കുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, കഴിഞ്ഞുപോയ ആ നിമിഷങ്ങൾ ഒരു ഭയങ്കര പേടി സ്വപ്നം പോലെ തൻ്റെ ജീവിതത്തെ മുഴുവൻ വേട്ടയാടിയാൽ. എൻ്റെ കർത്താവേ! ചിന്തകളിൽ ഡെയ്സിയുടെ തലച്ചോറ് പുകഞ്ഞു. ഉടുവസ്ത്രങ്ങളാകെ വിയർപ്പിൽ കുതിർന്നു. ഡെയ്സി! പിന്നിലൊരു വിളിയച്ച. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ജെയിംസ് ഓടിയെടുത്ത് വരുന്നു. കുർബാന കഴിഞ്ഞിട്ട് നേരം കുറേ ആയല്ലോ. എവിടെയായിരുന്നു ഡെയ്സി ഇതുവരെ? കാത്തു നിന്ന് കാല് കഴിച്ചപ്പോൾ വീട്ടിൽ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു, ജെയിംസ് പറഞ്ഞു. ഹാവ്സാരയുടെ തലപ്പെടുത്ത് അവൾ പെട്ടെന്ന് പുതച്ചു. മുഖം കുനിച്ചു പിടിച്ച വഴിയരികിലൂടെ മുന്നോട്ട് നടന്നു. ഒന്ന് നിൽക്ക് ഡെയ്സി. അവൾ മുഖം തിരിച്ചില്ല. ഒരു വാക്ക് സംസാരിച്ചില്ല. നടപ്പും നിർത്തിയില്ല. കൊള്ളാവുന്ന ആമ്പിള്ളേരിങ്ങനെ പട്ടിയെ പോലെ പുറകെ നടക്കുന്നത് സുന്ദരിമാർക്കൊരു രസമാ അല്ലേ? ഒപ്പം എത്തിയിട്ട് അരിശത്തോടെ ജെയിംസ് ചോദിച്ചു. പൊടുന്നനെ അവൾ തേങ്ങിപ്പോയി. അത്ര നേരവും തിങ്ങി നിന്ന ദുഃഖം അണപൊട്ടിയൊഴുകി. ഡെയ്സി! അയാൾ അമ്പരപ്പോടെ വിളിച്ചു. ഹൃദയം തകർന്നവളെപ്പോലെ അയാളെ ഒന്ന് നോക്കിയിട്ട് അവൾ മുമ്പോട്ടോടി. അയാൾ കൂടെ ചെന്നു. തിരിഞ്ഞു നിന്ന് അപ്പോൾ അവൾ വിലക്കി. വരരുത്, എൻ്റെ ഒപ്പം വരരുത്. നിനക്ക് എന്തു പറ്റി മോളെ? എന്നോട് പറ. എൻ്റെ മനസ്സ് മുഴുവൻ നിന്നോടുള്ള സ്നേഹമാ. എന്തു പറ്റിയാലും എന്നോട് പറയൂ. അയാളുടെ അലിവാർന്ന വാക്കുകൾ. എനിക്ക് പറയാനുള്ളത് ഇതാണ്. എൻ്റെ ഒപ്പം ജെയിംസ് വരരുത്. എൻ്റെ വീട്ടിലേക്കും വരരുത്. എന്നെ സ്നേഹിക്കുകയും അരുത്. ലാസറിൻ്റെ മക്കളോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങളെ വെറുതെ വിടൂ. ഈ നശിച്ച ലോകത്തിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളാം. ഞങ്ങൾക്ക് പ്രേമം വേണ്ട, ഭർത്താവ് വേണ്ട, കുട്ടികളും കുടുംബവും വേണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും ഒരു സൗജന്യവും വേണ്ട. വെട്ടിത്തിരിഞ്ഞ ഒരു കൊടുങ്കാറ്റ് പോലെ അവൾ ഓടിയകന്നു. വെയിലിൽ വഴിനടുവിൽ ജെയിംസ് സ്തംഭിച്ചു നിന്നു. വീട്ടിലെത്തിയതും ഡെയ്സി കട്ടിലിൽ തളർന്നു വീണു. മണിക്കൂറുകളോളം അവൾ അവിടെ കിടന്ന് കരഞ്ഞു. ഉച്ചയ്ക്ക് ആഹാരം ഒന്നും കഴിച്ചില്ല. 3 മണിയായപ്പോൾ അവൾ എഴുന്നേറ്റു. കായൽ വെള്ളത്തിലൊന്ന് മുങ്ങിക്കുളിച്ചു. ഈറൻ മാറി അടുക്കളയിൽ കയറി. ജെയിംസ് അണിയിച്ച മോതിരത്തിലേക്ക് അവൾ കൂടെ കൂടെ നോക്കി. വിരൽ പൊള്ളിക്കുന്ന ഒരു സർപ്പ ചുറ്റായി മാറിയിരിക്കുന്നു ആ മോതിരം. ഇപ്പോൾ എവിടെയെങ്കിലും ഊരി വയ്ക്കാമായിരുന്നു. പക്ഷേ റീന ചേച്ചി അതിനെപ്പറ്റി കുത്തി കുത്തി ഓരോന്ന് ചോദിക്കും. ഒടുവിൽ സത്യം വെളിയിലാവും. വയ്യ, റീന ചേച്ചിയോട് അതൊന്നും പറയാൻ വയ്യ.
കൈക്കു കൈ ചേച്ചി തന്നെയും പിടിച്ചു വലിച്ച് അവറാച്ച മുതലാളിയുടെ വീട്ടിലെത്തും. നാട് മുഴുവൻ ആ കഥ പാട്ടാവും. സന്ധ്യയ്ക്ക് കുറച്ച് മുമ്പ് റീന വന്നു. സക്രിയാസിന്റെ വീട്ടിലെ പലഹാരങ്ങളുടെ ഒരു പങ്ക് അവൾ കൊണ്ടുവന്നിരുന്നു. ഡെയ്സി അതിലൊന്നുപോലും രുചിച്ചു നോക്കിയില്ല. നിന്റെ മുഖത്തിനെന്താ ഒരു വാട്ടം? റീന ചോദിച്ചു. റൂബിളച്ചാനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമായിരുന്നു, ഡെയ്സി പറഞ്ഞു. അവൻ ജോലി തണ്ടി വല്ല നാട്ടിൽ നടക്കുമായിരിക്കും. കഴുത ഇവിടെ ഉള്ളത് കഴിച്ച് സമാധാനത്തോടെ കഴിയേണ്ടതിന് പകരം പോയിരിക്കുന്നു പണമുണ്ടാക്കാൻ. നമ്മുടെ അപ്പം വിചാരിച്ചിട്ട് പണമുണ്ടായില്ല, പിന്നല്ലേ ഈ ഉളുമ്പൻ. റീന മുഖം ചൊളിച്ച് കളിയാക്കി ചിരിച്ചു. സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഡെയ്സിയുടെ ശബ്ദം ഇടറിയിരുന്നു. കണ്ണീർ ചാലുകൾ കവിളിലൂടെ ഒഴുകിയിറങ്ങി. നിന്റെ ഈ പൂങ്കണ്ണീര് കാണുമ്പോഴാ എനിക്ക് എങ്ങുമില്ലാത്ത ദേഷ്യം വരുന്നത്. പെങ്ങന്മാരെന്നൊരു വിചാരമില്ലാതെ അവൻ പോയെങ്കിൽ പോട്ട്, നമ്മൾ രണ്ട് പെണ്ണുങ്ങൾ ശ്രമിച്ചാലും ജീവിക്കാൻ പറ്റും, റീന ധൈര്യപ്പെടുത്തും പോലെ പറഞ്ഞു. രാത്രിയായി. അത്താഴം കഴിഞ്ഞ് അവർ കിടന്നു. കായലോരത്തെ വീടുകളിൽ വിളക്കുകൾ ഓരോന്നായി അണഞ്ഞു. ചാവാലിപ്പട്ടികൾ നീട്ടിമൂങ്ങി. ഭൂമി കൂരിരുട്ടിന്റെ കട്ടിക്കരിമ്പിടത്തിനുള്ളിൽ പൂർണ്ണമായി മറഞ്ഞു. കാറ്റിന് ശക്തിയേറി. രാത്രിയിൽ മഴയുണ്ടാകുമെന്ന് തോന്നുന്നു. റീന റൂബിളിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കിടന്നു. തലയിണക്കീഴിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി അവൾക്ക് ധൈര്യം കൊടുത്തു. സമയം നീങ്ങി. ഉറക്കം പതുക്കെ പതുക്കെ അവരുടെ കൺപോളകളെ തഴുകി. പാതിരാക്കോഴി കൂവി. അവർ ഗാഠനിദ്രയിലായി. ഒരാൾ രൂപം മെല്ലെ ആ കുടിലിനെ സമീപിച്ചു. മങ്ങിക്കത്തുന്ന ഒരു ചെറിയ ടോർച്ച് അയാളുടെ കാലുകൾക്ക് വഴിതെളിച്ചു. അടുക്കള വാതിൽക്കലെ ഓലമറ ശബ്ദമുണ്ടാക്കാതെ അയാൾ അഴിച്ചു മാറ്റി. പിന്നെ ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി ആ വീട്ടിനുള്ളിൽ കടന്നു. ഉറക്കത്തിൽ അമർന്ന ആ രണ്ട് യുവസുന്ദരികളുടെ നേർക്ക് സക്കറിയാസ് ടോർച്ച് തെളിച്ചു. റീനയും ഡെയ്സിയും, രണ്ടും ഒന്നിനൊന്ന് മെച്ചം. ഭാര്യ സിസിലിക്കുട്ടി പറഞ്ഞാണ് റൂബിൾ സ്ഥലത്തില്ലെന്ന കാര്യം അയാൾ അറിഞ്ഞത്. അടുക്കളപ്പണിക്ക് റീന വരുമ്പോഴെല്ലാം സ്വന്തം സിലകളിലെ ദാഹം സഹിക്കാനാവാതെ സക്രിയാസ് വലഞ്ഞിട്ടുണ്ട്. ഒരവസരം വീണു കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം. ശ്വാസം അടക്കി പിടിച്ച് അയാൾ അവൾക്കരികിലിരുന്നു. സമയം അപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. കായലോരത്തെ മരച്ചില്ലകളിൽ രാക്കിളികൾ കൂട്ടം ചേർന്ന് ചിലയ്ക്കുന്നു. റീനയുടെ ശരീരത്തിൽ കോരിത്തരിപ്പോടെ അയാളൊന്ന് സ്പർശിച്ചു. അവൾ ഞെട്ടിയുണർന്നു. തലയണക്കീഴിലെ വാക്കത്തിയുമെടുത്ത് പിടഞ്ഞെഴുന്നേറ്റു. ഇത് ഞാനാ, സക്രിയാസ്, പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. ടോർച്ചിന്റെ വെളിച്ചം അയാൾ സ്വന്തം മുഖത്തേക്ക് തിരിച്ചു കാണിച്ചു. ഡെയ്സി ഉണർന്നേക്കുമെന്ന് റീന ഭയപ്പെട്ടു. അയാളുടെ കൈക്ക് പിടിച്ച് അവൾ പുറത്തേക്കിറങ്ങി. സക്കറിയാസ് എന്ന പെൺകൊതിയന്റെ ഹൃദയം പുളകമണിഞ്ഞു. കരിമേഘങ്ങൾ എഴുതുന്ന മാനത്ത് അങ്ങിങ്ങും മാത്രം ചില നക്ഷത്രങ്ങളുണ്ട്. മഴയുടെ സൂചനയുമായി തണുത്ത കാറ്റ് വീശുന്നു. റീനെ, കാമം തുളുമ്പുന്ന സ്വരത്തിൽ അയാൾ വിളിച്ചു. അവളുടെ കൊഴുത്ത ശരീരം അമർത്തിഞ്ഞിരിക്കാനുള്ള ആവേശത്തിൽ അയാളുടെ ഞരമ്പുകൾ ത്രസിച്ചു. ടോർച്ചൊന്ന് തെളിച്ചേ, റീന പറഞ്ഞു. അയാൾ പെട്ടെന്ന് ടോർച്ച് തെളിച്ചു. ആ വെളിച്ചത്തിലേക്ക് അവൾ കയ്യിലിരുന്ന വെട്ടുകത്തി നീട്ടിപ്പിടിച്ചു. കണ്ടല്ലോ ഇത്, അടുക്കളക്കാരി പെണ്ണിന്റെ സുഖം അന്വേഷിക്കാൻ രാത്രിയിൽ ഇറങ്ങുന്ന മുതലാളിമാർക്ക് ഞാൻ ഇതുകൊണ്ടായിരിക്കും സമ്മാനം കൊടുക്കുന്നത്. ലാസറിന്റെ പെൺമകൾക്ക് സ്വന്തം വീടിനേക്കാൾ ഭേദമാ ജയിൽ, അത് മറക്കരുത്. ക്ഷണനേരം കൊണ്ട് സക്കറിയാസിന്റെ നെറ്റി വേർത്തു. ഞരമ്പുകളിലെ പൊള്ളിക്കുന്ന ചൂട് അപ്രത്യക്ഷമായി. മിണ്ടാനാവാതെ അയാൾ കുടിനീരിറക്കി നിന്നു. സ്വതേ ഭീരുവായ അയാൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി. മുതലാളിയുടെ മാളിക വീടിന് നല്ല ഉറപ്പുണ്ട് അല്ലേ, റീന ചോദിച്ചു. അവിടെ വാതിലിനൊക്കെ ഇരട്ടപ്പൂട്ട് കാണും. അതുപോലെ കാവലിന് അൽസേഷൻ നായമുണ്ട്. മുതലാളിയുടെ ഭാര്യയ്ക്കും മകൾക്കും അതുകൊണ്ട് ഭയമില്ലാതെ കിടന്നുറങ്ങാം. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടാൽ തുറക്കാവുന്ന വാതിലേ ഉള്ളൂ. കാലച്ച കേട്ട് കുരയ്ക്കാൻ ഒരു ചാവാലിപ്പട്ടി പോലുമില്ല. ആകെയുള്ള ഒരാങ്ങളെയാണെങ്കിൽ മനസ്സ് നേറി എങ്ങാണ്ട് ജോലി തണ്ടി നടക്കുക. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ ദ്രോഹിക്കരുത് മുതലാളി. ഞാനും മുതലാളി ഒരേ പള്ളിയിൽ ഒരേ ആൾത്താരയ്ക്ക് മുമ്പിലല്ലേ മുട്ടുകുത്തുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് റീനെ. എന്നെ പിന്നെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? എല്ലാ മുതലാളിമാർക്കും എന്നോട് ഇഷ്ടമാണ്. എൻ്റെ യൗവനം തീരുന്നത് വരെ കാണും അത്, അല്ലെങ്കിൽ ഒന്ന് പ്രസവിക്കുന്നത് വരെ. യൗവനം തീർന്നാലും ഒന്ന് പ്രസവിച്ചാലും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കുറയില്ല. എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങുകയാണെങ്കിൽ നിനക്ക് സുഖമായി ജീവിക്കാം. മലബാറിൽ എൻ്റെ റബ്ബർ തോട്ടത്തിന് കുറച്ചപ്പുറം എനിക്കൊരു വീടുണ്ട്.
സിസിലിക്കുട്ടിയെ അറിയിക്കാതെ ഞാൻ മേടിച്ചതാ. കാറിൽ ഒരു 3/4 മണിക്കൂറിന്റെ യാത്ര മതി തോട്ടത്തിൽ നിന്ന് ആ വീട്ടിലെത്താൻ. അവിടെ എനിക്കൊരു വേലക്കാരനുണ്ട്. അവനെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കാം. ആ വീട് സ്ഥലവും നിന്റെ പേരിൽ എഴുതി തരികയും ചെയ്യാം. ഇടയ്ക്കിടെ ഞാൻ വരുമ്പോൾ നീ എനിക്ക് വഴങ്ങിയാൽ മാത്രം മതി. അതായത് എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടിയവനെ ഞാൻ വഞ്ചിക്കണമെന്ന് അല്ലേ? അതിൽ നീ പേടിക്കണ്ട. നിന്നെ കെട്ടുന്നവൻ ആളൊരു കഴമ്പില്ലാത്തവനാ. ജോസ് എന്നാ അവൻ്റെ പേര്. ഞാനും നീയും ഒരു കട്ടിലേക്ക് കിടക്കുന്ന കണ്ടാലും ജോസ് ഒന്നും എതിർത്ത് പറയില്ല. ശരി ശരി മുതലാളി, തൽക്കാലം പോ. നാളെ മുതൽ അടുക്കള ജോലിക്ക് വേറെ ആരെങ്കിലും വിളിക്കാൻ സിസിലി ചേട്ടത്തിയോട് പറ. അല്ലെങ്കിൽ ചേട്ടത്തിയുടെ ചെവിക്കല്ല് നോക്കി 2 എണ്ണം കൊടുത്ത് അടുക്കളയിലോട്ട് കയറ്റിവിട്. പ്രഷറും ഷുഗറും ഒന്നുമില്ല. അഹങ്കാരമാ അവരുടെ പ്രധാന രോഗം. കട്ടിലേന്നിറങ്ങാതെ ഇരുന്ന് തിന്ന് പഠിച്ചുപോയി. കൈക്ക് എല്ലുള്ള ആമ്പിള്ളേര് കെട്ടിയിരുന്നെങ്കിൽ കൊച്ചമ്മയുടെ ആ അസുഖം മാറിയനെ. മഴ ചാറിത്തുടങ്ങി. കാറ്റ് ചൂളം കുത്തി പാഞ്ഞു നടക്കുന്നു. കായൽത്തിരകൾ കരയോട് മല്ലിടുന്നതിന്റെ ശബ്ദം. ലാസറിന്റെ മകൾ ചുട്ടുപഴുത്ത ഒരു ലോഹത്തുണ്ടാണെന്ന് സക്രിയാസിന് ബോധ്യമായി. തൊട്ടാൽ കൈ പൊള്ളും. എന്തൊരു തൻ്റെ ഇടം! വാക്കുകൾക്ക് വാൾത്തലപ്പിന്റെ മൂർച്ചയുണ്ട്. മുതലാളി, ചാറ്റൽ മഴ നനഞ്ഞ മുതലാളിക്ക് പനി പിടിക്കും. മഴയും വെയിലും കാറ്റുമൊക്കെ പാവപ്പെട്ടവർക്കുള്ളതാ. ഞാൻ ഈ രാത്രി മുഴുവൻ ഇവിടെ നിന്ന് നനഞ്ഞാലും എനിക്കൊരസുഖം വരില്ല. മുതലാളി വേഗം വീട് പറ്റാൻ നോക്ക്. പതുക്കെ അവളൊന്ന് ചിരിച്ചു. ജാള്യതയും നിരാശയും മൂലം വിളർത്തുപോയ മുഖത്തോടെ സക്രിയാസ് തിരിച്ചുപോയി. ആ ടോർച്ച് വെട്ടം ദൃഷ്ടിയിൽ നിന്നും മറിയുവോളം റീന അവിടെ തന്നെ നിന്നു. കൂട്ടിന് ഒരാൺതരി ഇല്ലാതായപ്പോൾ രാത്രി സന്ദർശനത്തിനെത്തുന്ന ആദ്യത്തെയാളാണ് സക്രിയാസ് മുതലാളി. ഇടത്തലയിലെ പ്രഭു കുടുംബങ്ങളിൽ നീചന്മാർ ഇനിയുമുണ്ട്. എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക? എതിർത്തു നിൽക്കാനുള്ള തൻ്റെ ശക്തി എന്തെങ്കിലും ഒരിക്കൽ അവസാനിച്ചാൽ, ആരെങ്കിലും ഒരാൾ തന്നെ കീഴ്പ്പെടുത്തിയാൽ, ഇല്ല, ഒരിക്കലും അതുണ്ടാവില്ല. ജീവിക്കുന്നെങ്കിൽ മാനമായിട്ട് ജീവിക്കുക. അല്ലാത്ത പക്ഷം കഴുത്തിൽ കല്ല് കെട്ടി കായലിൽ ചാടുക. ഇരുട്ടിൽ തപ്പി തടഞ്ഞ് അവൾ വീട്ടിലെത്തി. ഡെയ്സി ഉണർന്നിട്ടില്ല. കൂർക്കം വലി കേൾക്കാം. റീന വാതിൽമറ ചേർത്തടച്ചു. വെളിയിൽ മഴയും കാറ്റും തമ്മിലപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുരയാണെങ്കിൽ ചോരുന്നതും. ദൈവമേ, എത്ര കഷ്ടതരമാണ് ഈ ജീവിതം! പിറ്റേന്ന് മുതൽ റീന സക്രിയാസിന്റെ വീട്ടിൽ പോകാതായി. ഡെയ്സി തയ്യൽ പരിശീലനവും നിർത്തി. 4-5 ദിവസങ്ങൾ കഴിഞ്ഞു. റൂബിളിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. പോസ്റ്റ്മാൻ നാണപ്പൻ അതുവഴി കടന്നു പോകുമ്പോൾ റീനയും ഡെയ്സിയും ഉത്കണ്ഠ തിങ്ങിയ മനസ്സോടെ ഓടിയെത്തും. അവിവാഹിതനായ നാണപ്പൻ അപ്പോൾ സോർട്ടിംഗ് നടത്തുന്നത് പോലെ കത്തുകൾ പരതും. ഇടയ്ക്കിടെ റീനയെയും ഡെയ്സിയെയും മാറി മാറി നോക്കി പുഞ്ചിരിക്കും. പിന്നെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് നടന്നകലും. ഒരു വൈകുന്നേരം ജെയിംസിന്റെ വിളിയൊച്ച പടിക്കൽ കേട്ടു. റീനയാണ് ഇറങ്ങിച്ചെന്നത്. മണവാളനായിട്ട് ഈ പടി കടക്കുമെന്ന് പറഞ്ഞിട്ട് റീന ചോദിച്ചു. പടി കടന്നില്ലല്ലോ, ഇവിടെ വഴിയിലല്ലേ നിൽക്കുന്നത്? പരുക്കം മട്ടിൽ ജെയിംസ് പറഞ്ഞു. വല്ലാത്ത ഗൗരവമാണല്ലോ മുഖത്ത്. അവൾ ചിരിച്ചു. പക്ഷേ ജെയിംസ് ചിരിച്ചില്ല. റൂബിൾ സ്ഥലത്തുണ്ടോ? അയാൾ തിരക്കി. ഇല്ല. എവിടെ പോയിരിക്കുന്നു? ഗൾഫിലേക്ക് പണമുണ്ടാക്കാൻ. തമാശ പറയാനല്ല ചോദിച്ചത്. തമാശയല്ല, ഞങ്ങളുടെ റൂബിൾ പണമുണ്ടാക്കിയേ ഇനി ഇങ്ങോട്ട് വരൂ. അങ്ങനെ പറഞ്ഞോണ്ടാ അവൻ പോയത്. ജെയിംസിന് തരാനുള്ള മുഴുവൻ രൂപയും അവൻ പലിശ സഹിതം തിരികെ തരും. കടം പിരിക്കാനല്ല ഞാൻ വന്നത്. പിന്നെ എന്തിനാ ജെയിംസ് വന്നത്? എനിക്ക് ഡെയ്സി ഒന്ന് കാണണം. അവൾ ഇവിടെ ഇല്ല. എവിടെ പോയിരിക്കുന്നു? കുളിക്കാൻ. ശരി, അവൾ വരുന്നത് വരെ ഞാനിവിടെ കാത്തു നിൽക്കാം. വേണമെന്നില്ല. റീനെ, എൻ്റെ ആത്മാർത്ഥതയെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പെൺപിള്ളേരെ ചൂണ്ടയിട്ട് പിടിക്കാൻ നടക്കുന്നവനല്ല ഞാൻ. നിയമം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് ഡെയ്സി എൻ്റെ മണവാട്ടിയാണ്. എനിക്ക് അവളെ കാണണം. ഇങ്ങോട്ട് വരാതിരിക്കാനും ഇങ്ങനെ ഒരു സീനുണ്ടാക്കാതിരിക്കാനും ഞാൻ വളരെ ശ്രമിച്ചു നോക്കി. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഡെയ്സിയെ കണ്ട് അവളുമായി സംസാരിച്ചിട്ടേ ഞാനിന്ന് തിരിച്ചു പോകൂ. അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ അവളെ അങ്ങ് കെട്ടരുത് ജെയിംസിന്. കാണാനും സംസാരിക്കാനും പിന്നെ ആരുടെയും അനുവാദം ആവശ്യമില്ലല്ലോ. ചേട്ടത്തി നിൽക്കെ അനിയത്തിയെ എങ്ങനെ കെട്ടുക എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഞാൻ വല്ല കന്യാസ്ത്രീ മഠത്തിലും ചേർന്നോളാം. അപ്പോൾ ഡെയ്സി കുളി കഴിഞ്ഞു വന്നു. ഈറൻ വസ്ത്രങ്ങളോടെ അവൾ അവരെ കടന്നുപോയി. ജെയിംസിന്റെ നേർക്ക് അവൾ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. റീനയും വീട്ടിനുള്ളിലേക്ക് പോയി. ഡെയ്സി ഈറൻ മാറി വരുന്നതിന് വേണ്ടി അക്ഷമയോടെ ജെയിംസ് കാത്തുനിന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും പുറത്തേക്ക് വന്നില്ല.
വഴിയാത്രക്കാരിൽ ചിലരൊക്കെ പരിഹാസപൂർവ്വം ചുമച്ചു. ചിലർ ചൂളം കുത്തി. പരിചയമുള്ളവരിൽ പലരും അർത്ഥഗർഭമായി മന്ദഹസിച്ചു. ഡെയ്സി, ജെയിംസ് വിളിച്ചു. മറുപടിയില്ല. ഡെയ്സി! ഇത്തവണ കുറെ കൂടി ഉച്ചത്തിലായിരുന്നു വിളി. പക്ഷെ അതിനും മറുപടി ഉണ്ടായില്ല. 4-5 മിനിറ്റ് കൂടി കാത്തു നിന്നിട്ട് അയാൾ തിരിച്ചു നടന്നു. കായലോരത്തു നിന്ന ചെറുപ്പക്കാരിൽ ചിലർ ഉച്ചത്തിൽ കൂവി. വീട്ടിനുള്ളിൽ അപ്പോൾ സഹോദരിമാർ തമ്മിൽ തർക്കത്തിലായിരുന്നു. ജെയിംസിനെ കണ്ടിട്ട് നീ എന്താ മിണ്ടാതിരുന്നത്? റീന ചോദിച്ചു. എന്തു മിണ്ടാൻ? പറഞ്ഞതൊക്കെയല്ലാതെ പുതുതായിട്ടൊന്നും എനിക്ക് പറയാനില്ല. എപ്പോൾ വേണമെങ്കിലും ജെയിംസിനെ ഇവിടെ വരാമെന്നും പരിശുദ്ധമായ ഹൃദയമുണ്ടെങ്കിൽ ഭയപ്പെടാൻ ഒന്നുമില്ലെന്നൊക്കെ നീയല്ലേ അന്ന് പറഞ്ഞത്? അയാൾ ഇട്ടു തന്ന മോതിരമല്ലേ നിന്റെ വിരലിൽ ഇപ്പോൾ കിടക്കുന്നത്? ഈ മോതിരം ഞാൻ ഊരുകയാണ്. ഡെയ്സി പെട്ടെന്ന് മോതിരം ഊരിയെടുത്തു. നീ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല, അമ്പരപ്പോടെ റീന പറഞ്ഞു. ഞാൻ ചെയ്തതിൽ ഇത് മാത്രമേ ഒരു ശരിയുള്ളൂ. തലമുടി കോതിക്കൊണ്ട് ഡെയ്സി പിൻമുറ്റത്തേക്ക് പോയി. കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെയാണ് തങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതമെന്ന് റീനയ്ക്ക് തോന്നി. സക്കറിയാസിൻ്റെ വീട്ടിലെ അടുക്കളപ്പണി നിർത്തിയതിൽ പിന്നെ മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. 6-7 കോഴികളുണ്ട്. അതിൻ്റെ മുട്ട കിട്ടുന്നതിൽ ചെലവുകളെല്ലാം ഒതുക്കി നിർത്തണം. റൂബിളൊന്ന് വന്നിരുന്നെങ്കിൽ. ഇരുണ്ടും വെളുത്തും ദിവസങ്ങൾ നീങ്ങി. ഇടത്തലയിലെ മിക്ക ചെറുപ്പക്കാരുടെയും ഈവനിങ് വാക്ക് ലാസറിൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെയായി. വെറുതെ പോലും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു ചേർന്നു ഡെയ്സിക്കും റീനയ്ക്കും. കണ്ണേറ്, ചൂളംവിളി, സഹായ വാഗ്ദാനങ്ങൾ. നിലാവകുന്ന രാത്രികളിൽ ഓലമറയിൽ തട്ടി വിളിക്കാനും ആൾക്കാരെത്തി. അരിയും ഞാൻ, ഇതിനകത്ത് കയറുന്നവനൊക്കെ ഞാൻ അരിയും, വാക്കത്തി എടുത്തു പിടിച്ച് റീന അലറി. വാതിൽ മറ നീക്കാനും അകത്ത് കടക്കാനും ഒരുത്തനും ധൈര്യം വന്നില്ല. ഞായറാഴ്ച കുർബാന കഴിഞ്ഞിറങ്ങിയതായിരുന്നു റീന. കപ്പിയര് ഔസേപ്പച്ചൻ ഓടി വന്ന് അവളോട് പറഞ്ഞു, അച്ഛൻ വിളിക്കുന്നു, അച്ഛന് എന്തോ പറയാനുണ്ടെന്ന്. റീന പെട്ടെന്ന് അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. ഫാദർ മാത്യൂസ് അവളെ അടിമുടി ഒന്ന് നോക്കി. അച്ഛനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? റീന ചോദിച്ചു. ഫാദർ മാത്യൂസ് അതിന് മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. മുറിക്കുള്ളിൽ 4-5 ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. റീനയ്ക്ക് ആകാംക്ഷയേറി. അച്ഛൻ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? റീന ഇരിക്കൂ. തൻ്റെ മുഖത്തെ അസ്വസ്ഥത മറച്ചു പിടിക്കാൻ പണിപ്പെടുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു. വേണ്ടച്ചാ, ഞാനിവിടെ നിന്നോളാം. നിന്റെ അപ്പൻ ലാസർ ശുദ്ധനും സൽസ്വഭാവിയുമായ ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അയാളുടെ മക്കൾ. സംസാരം നിർത്തി അച്ഛൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പറയൂ അച്ചോ, ലാസറിൻ്റെ മക്കൾക്ക് എന്തു പറ്റി? അവർക്ക് വഴി തെറ്റിയിരിക്കുന്നു. സാത്താനും ദൈവവും എന്നതിൽ ലാസറിൻ്റെ പെൺമക്കൾ തിരഞ്ഞെടുത്തത് സാത്താൻ്റെ ഭാഗമാണ്. ഇതാര് പറഞ്ഞു അച്ഛനോട്? ഈ ഇടവകയിലെ ഭൂരിപക്ഷം പേരും. എന്നിട്ട് അച്ഛനത് വിശ്വസിച്ചോ? തെളിവ് സഹിതം പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാ? എന്തൊക്കെയാണ് തെളിവുകൾ? നിങ്ങൾ 2 യുവതികൾ ചേർന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അനാശാസ്യ നടപടികൾക്കായി പലരെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. തിരുസഭയുടെ ചട്ടങ്ങൾക്ക് എതിരായി ജീവിക്കുകയാണ് നിങ്ങൾ. ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ പാടെ മറന്നിരിക്കുന്നു. സദാചാര ബോധമില്ലാത്ത നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി ശാസിക്കാനാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. അച്ചോ, ലാസറിൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടോ എന്ന് പള്ളി കമ്മിറ്റിയിലെ ആരെങ്കിലും അന്വേഷിച്ചോ? സ്വന്തം വീട്ടിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എന്നാരെങ്കിലും അന്വേഷിച്ചോ? സദാചാര ബോധമില്ലാത്തത് ഞങ്ങൾക്കല്ല, രാത്രിയിൽ ഞങ്ങളെ സ്വൈരം കെടുത്തുന്ന ഇവിടുത്തെ പകൽമാന്യന്മാർക്കാണ്. അവരുടെ പേര് കേട്ടാ അച്ഛനും ഞെട്ടിപ്പോകും. മുട്ടി വിളിച്ചാൽ ഉടനെ വാതിൽ തുറക്കുന്നതാണച്ച ഇവരുടെ ഭാഷയിൽ സദാചാരം. അച്ഛൻ അത് മനസ്സിലാക്കണം. ഞങ്ങൾ 2 യുവതികൾ അവരുടെ ഇംഗിതത്തിന് വഴിപ്പെടുന്നില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളെ ചെളി വാരി എറിഞ്ഞ് വീർപ്പ് മുട്ടിക്കാമെന്ന്. എന്തായാലും തോറ്റുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞാൻ പോകുന്നു. ലാസറിൻ്റെ പെൺമക്കൾ പിഴച്ചിട്ടില്ലെന്ന് അച്ഛനെങ്കിലും വിശ്വസിക്കണം. നിൽക്കൂ, പോകാൻ വരട്ടെ. എനിക്ക് ഇനിയും ചിലത് നിന്നോട് ചോദിക്കാനുണ്ട്. ഫാദർ മാത്യൂസ് അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. ഈ നാട്ടിൽ നിങ്ങളെപ്പോലെ സുന്ദരികളായ പെൺകുട്ടികൾ വേറെയുമുണ്ടല്ലോ. എന്നിട്ട് അവരിൽ ആരെക്കുറിച്ചും ഇത്തരം മോശപ്പെട്ട കഥകൾ പറഞ്ഞു കേൾക്കുന്നില്ല. അച്ചോ, അവർക്കും മോശപ്പെട്ട കഥകളുണ്ടാവും. രാത്രിയിൽ അവരുറങ്ങുന്ന മുറിയുടെ വാതിലുകൾക്ക് സാക്ഷിയില്ലെങ്കിൽ. ഞാൻ പോട്ടെ. ഇവിടെ നിന്ന അച്ഛൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കൂടുതൽ ധിക്കാരിയാവും.
അവൾ മുറിയിൽ നിന്നിറങ്ങി നടന്നു. ക്ഷോഭവും നിരാശയും സങ്കടവും നിസ്സഹായതയും എല്ലാം ചേർന്ന് അവളുടെ മനസ്സിനെ അലകടലാക്കി മാറ്റി. പള്ളിയുടെ മുഖവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന കുരിശിലേക്ക് അവൾ നോക്കി. നന്മയുടെ വഴികൾ പീഡനങ്ങൾ നിറഞ്ഞതാണ്, റീന ഓർത്തു. മനസ്സിന് പുതിയൊരു ശക്തി കൈവന്നതുപോലെ അവളൊന്ന് മന്ദഹസിച്ചു. പള്ളിനടയുടെ താഴെ ഒരു ടൂറിസ്റ്റ് കാർ കിടപ്പുണ്ടായിരുന്നു. ലാസറിന്റെ മകളല്ലേ? കാറിലിരുന്നു കൊണ്ട് ഒരു മധ്യവയസ്കൻ അവളോട് ചോദിച്ചു. അതെ. അവൾ തലകുലുക്കി. എങ്കിൽ വരൂ. അയാൾ കൈനീട്ടി പിൻസീറ്റിന്റെ ഡോർ തുറന്നുകൊണ്ട് അവളെ ക്ഷണിച്ചു. കാറിലിരിക്കുന്നവരെ അവൾ സംശയത്തോടെ നോക്കി. യാതൊരു പരിചയവുമില്ലാത്തവർ. പേടിക്കണ്ട കേട്ടോ, ജെയിംസിന്റെ അങ്കിളാ ഞാൻ. എൻ്റെ പേര് തോമസ് ഊട്ടി. ഇത് ജെയിംസിന്റെ പപ്പ ആന്റണി. ഞങ്ങളൊരു കല്യാണാലോചനയ്ക്ക് വന്നതാ. ചേട്ടത്തിക്കല്ല, അനിയത്തിക്ക്. മധ്യവയസ്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റീനയുടെ നെഞ്ചിനുള്ളിൽ പനിനീർ മഴ തൂകിയതുപോലെ സുഖകരമായ ഒരവസ്ഥ. എന്നെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അവൾ ചോദിച്ചു. പള്ളി പിരിഞ്ഞിറങ്ങുമ്പോൾ ജെയിംസ് കാണിച്ചു തന്നു. പിന്നെ അവൻ ജെട്ടിയിലേക്ക് പോയി. റീന ഉത്സാഹത്തോടെ കാറിൽ കയറി. ദൂരെ പള്ളിമുറ്റത്ത് നിന്ന് സക്രിയാസ് ഈ രംഗം കാണുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് ഫാദർ മാത്യൂസിനെ വിളിച്ച് അത് കാണിച്ചു കൊടുത്തു. അച്ഛൻ കണ്ടല്ലോ, ടൂറിസ്റ്റ് ടാക്സിയിൽ വന്നാണ് ഇപ്പൊ ലാസറിന്റെ പെൺമക്കളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര അപമാനമാണ് ആ രണ്ട് പെണ്ണുങ്ങളും. അകലുന്ന കാറിലേക്ക് നോക്കി ഫാദർ മാത്യൂസ് നിശബ്ദനായി നിന്നു. അച്ഛൻ്റെ നിസ്സംഗത കണ്ടിട്ട് സക്രിയാസിന് ദേഷ്യം വന്നു. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാ പണക്കാരന് സ്വർഗത്തിൽ പ്രവേശിക്കാനെന്ന് അച്ഛൻ ധാരാളം പ്രസംഗിക്കുന്നുണ്ടല്ലോ. 10 കൽപ്പനകളും തെറ്റിച്ച് നടക്കുന്ന ഇവളുമാരുടെ കാര്യമോ? അടുത്ത ഞായറാഴ്ച കമ്മിറ്റിയിൽ ഒരു ചർച്ച വെക്കണം. വ്യഭിചാരക്കുറ്റം ചുമത്തി റീനയും ഡെയ്സിയും തിരുസഭയെന്ന് പുറത്താക്കണം. കൈകൾ കൂട്ടിത്തിരുമി സക്രിയാസ് പല്ലു ഞെരിച്ചു. ഒന്നും മിണ്ടാതെ അച്ഛൻ പള്ളിമേടയിലേക്ക് പോയി. കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഡെയ്സി. റീന ചേച്ചിയും 2 അപരിചിതരും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവൾ കണ്ടു. ആരാണോ പുതിയ വരുന്നവർ? മുഴുവൻ കീറി തയ്ച്ച ഒരു പന്ന പാവാടയാണ് ഡെയ്സി ഉടുത്തിരിക്കുന്നത്. ബ്ലൗസ് ആണെങ്കിൽ അലക്കി അലക്കി നിറം മങ്ങിയതും. അവൾ ഓടി വീട്ടിനുള്ളിൽ കയറി. കാലിളകിയ ഒരു പഴയ ബെഞ്ച് തിണ്ണയിൽ കിടപ്പുണ്ടായിരുന്നു. വന്ന പാടെ ആന്റണി അതിലിരുന്നു. തോമസ് കുട്ടി മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. റീന ഡെയ്സിയെ വിളിച്ച് അടുക്കളയിലേക്ക് മാറ്റി നിർത്തിയിട്ട് അടക്കത്തിൽ പറഞ്ഞു. അവർ നിന്നെ പെണ്ണ് കാണാൻ വന്നതാ. ജെയിംസിന്റെ അങ്കിളും പപ്പയും. ബെഞ്ചിലിരിക്കുന്നതാണ് പപ്പ. അവർക്ക് എങ്ങനെയാ ഇപ്പം കാപ്പി കൊടുക്കുന്നത്? ആ, ഡെയ്സി കൈമലർത്തി. ഒരു നുള്ളു പഞ്ചസാരയില്ല, ഒരു സ്പൂൺ കാപ്പിപ്പൊടിയില്ല. പാലിൻ്റെ കാര്യം പണ്ട് പാഠപുസ്തകങ്ങളിൽ വായിച്ച ഓർമ്മയേ ഉള്ളൂ. ആ കുഞ്ചെറിയാൻ്റെ ചായക്കടയിൽ ചെന്ന് കടം ചോദിച്ചു നോക്കാം. കിട്ടിയ ഭാഗ്യം. അലുമിനിയം മൊന്തയും എടുത്ത് റീന ചായക്കടയിലേക്ക് ഓടി. ഒരു കുടുംബാംഗത്തെ പോലെ അപ്പോൾ തോമസ് കുട്ടി അടുക്കളയിലേക്ക് വന്നു. ഡെയ്സി എന്നല്ലേ പേര്? അയാൾ ചോദിച്ചു. അതെ. ഡെയ്സി എത്ര വരെ പഠിച്ചു? 10 ജയിച്ചു. ജെയിംസുമായി എങ്ങനെയാ പരിചയത്തിലായത്? അവൾ മിണ്ടാതെ നിന്നു. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. കുറഞ്ഞത് 1,00,000 രൂപയെങ്കിലും സ്ത്രീധനം വാങ്ങി കെട്ടേണ്ടവനാണ് ജെയിംസ്. ഒരു 50 പവൻ്റെ പൊന്നും. പക്ഷേ അവൻ പറയുന്നു അവനെ ചുമട്ടുകാരൻ ലാസറിൻ്റെ മകളെ മാത്രം മതിയെന്ന്. സ്ത്രീധനമായിട്ട് രൂപയും വേണ്ട, പൊന്നും വേണ്ട. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് ഞങ്ങൾ സമ്മതിച്ചു. കെട്ടുന്നവൻ്റെ ഇഷ്ടമാണല്ലോ നോക്കേണ്ടത്. ഞാനവൻ്റെ അങ്കിളാ. അയാളൊന്ന് ചിരിച്ചു. ജെയിംസിൻ്റെ പപ്പായും അപ്പോൾ വാതിൽക്കലെത്തി. പപ്പയ്ക്ക് ഡെയ്സിയെ നന്നായി ഇഷ്ടപ്പെട്ടു. മകൻ തിരഞ്ഞെടുത്ത പെൺകുട്ടി ഇത്രയ്ക്ക് സുന്ദരിയായിരിക്കുമെന്ന് ആന്റണി ഓർത്തില്ല. അലുമിനിയം മൊന്തയും കമഴ്ത്തി പിടിച്ച് വാടിയ മുഖത്തോടെ റീന വന്നു. അതിഥികൾ കാണാതെ അവൾ മൊന്ത അരകല്ലിൻ്റെ മറയിൽ വെച്ചു. പക്ഷേ തോമസ് കുട്ടി അത് കണ്ടു. ചായ കിട്ടിയില്ല അല്ലേ? അയാൾ ചോദിച്ചു. ഇല്ല, കടയിൽ പാല് തീർന്നെന്ന്. അവളുടെ വിളറിയ മുഖത്ത് വിയർപ്പ് പിടിച്ചു. ചായ ഒന്നും വേണ്ട, ഉള്ള സമയത്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാം. ആന്റണി തോമസ് കുട്ടിയെയും വിളിച്ച് തിണ്ണയിലേക്ക് നടന്നു. ആ കാലം കുഞ്ചെറിയോ പറയുക കടം തരാൻ ഒക്കില്ലെന്ന്. അവൻ മുടിഞ്ഞു പോകത്തേയുള്ളൂ, റീന ഡെയ്സിയോട് ചെവിയിൽ പറഞ്ഞു. റീനെ, ഞങ്ങൾക്ക് ഉടനെ മടങ്ങിപ്പോകണം, തിണ്ണയിലിരുന്ന് ആന്റണി ഓർമ്മിപ്പിച്ചു. അവൾ അങ്ങോട്ട് ചെന്നു. കാര്യങ്ങളെല്ലാം ഒരു മുതിർന്ന സഹോദരനെ പോലെ റീന ചർച്ച ചെയ്തു. റൂബിളിനെക്കുറിച്ച് തോമസ് കുട്ടി ചോദിച്ചപ്പോൾ അവൻ ബോംബെയിൽ ജോലി അന്വേഷിച്ച് പോയിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അടുത്ത ഞായറാഴ്ച ഒത്തുകല്യാണം.
അതിൻ്റെ 4-ാം ഞായറാഴ്ച കെട്ടുകല്യാണം. അതിനു മുമ്പ് ഈ വീട് മേയണം. ഓലമറ കളഞ്ഞിട്ട് പനമ്പ് തറയ്ക്കണം. അതിനൊക്കെയുള്ള പണം എൻ്റെ മകൻ തന്നയച്ചിട്ടുണ്ട്. ആന്റണി പേഴ്സ് തുറന്ന് 2000 രൂപ എടുത്ത് റീനയുടെ നേർക്ക് നീട്ടി. ജെറിക്കോയിലെ കുരുടന് കാഴ്ച നൽകിയ ദൈവപുത്രനെ ഓർത്തുകൊണ്ട് അവളത് വാങ്ങാൻ കൈവിടർത്തി. ചേച്ചി, ആ പണം നമുക്ക് വേണ്ട, അത് വാങ്ങരുത്, പെട്ടെന്ന് ഡേസി പറഞ്ഞു. ആന്റണിയും തോമസൂട്ടിയും റീനയും അമ്പരപ്പോടെ ഡേസിയുടെ മുഖത്തേക്ക് നോക്കി. ജെയിംസിന് എന്നോട് ഇഷ്ടമുണ്ടെന്നല്ലേ നിങ്ങൾ അറിഞ്ഞുള്ളൂ. എനിക്ക് ജെയിംസിന് ഇഷ്ടമാണോ എന്നറിയണ്ടേ? ഉടനെ ഒരു കല്യാണത്തിന് ഞാൻ തയ്യാറാണോ എന്നറിയണ്ടേ? തോമസ് കുട്ടിയുടെ നേർക്കായിരുന്നു ഡേസിയുടെ ആ ചോദ്യം. അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. വല്ലാത്തൊരു വിസ്മയമായിരുന്നു അയാളുടെ മുഖത്ത്. എനിക്ക് ജെയിംസിനോട് ഇഷ്ടമില്ല. ഉടനെ ഒരു കല്യാണത്തിന് ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് പോകാം. 1,00,000 രൂപയും 101 പവനും അംബാസഡർ കാറും സ്ത്രീധനം കിട്ടുന്ന ഏതെങ്കിലും പണച്ചാക്കിൻ്റെ കൊരങ്ങത്തി മകളെ അയാൾക്ക് വേണ്ടി ആലോചിക്കും. പിന്നെ ഈ മോതിരവും അയാളുടെ കയ്യിൽ കൊടുത്തേക്ക്. എന്നോടൊരു വാക്ക് ചോദിക്കാതെ ബലമായി എൻ്റെ വിരലിലിട്ടതായത്. ഡേസി ആ മോതിരം ആന്റണിയുടെ മടിയിലേക്ക് എറിഞ്ഞു കൊടുത്തു. ധിക്കാരി, നീ എന്താണ് ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചത്? തോമസ് കുട്ടി അരിശത്തോടെ ചാടി എഴുന്നേറ്റു. ഒരൊറ്റ അടിക്ക് നിന്റെ ചെവിക്കല്ല് ഞാൻ പുകയ്ക്കും. അയാൾ കൈ ചുരുട്ടി. പുകയ്ക്കേണ്ടത് എൻ്റെ മകൻ്റെ ചെവിക്കല്ല. വാ, നമുക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാം. തോമസ് കുട്ടിയുടെ കൈ പിടിച്ച് ആന്റണി ഇറങ്ങി നടന്നു. ഉടമസ്ഥനില്ലാത്ത മുക്കുബണ്ടം പോലെ തറയിൽ വീണുകിടക്കുകയാണ് മോതിരം. റീന അത് കുനിഞ്ഞെടുത്തു. കൈവെള്ളയിലിട്ട് ഒരു നിമിഷം അതിൻ്റെ ഭംഗി നോക്കി. പിന്നെ അവൾ അത് കൊണ്ടുപോയി രൂപക്കൂടിൻ്റെ പിന്നിൽ വെച്ചു. അനുജത്തിയുടെ കൈ പിടിച്ച് റീന വീട്ടിനുള്ളിലേക്ക് കയറി. എന്തെങ്കിലും ചോദിക്കാനായിരിക്കുമെന്നേ ഡേസി വിചാരിച്ചുള്ളൂ. പക്ഷേ സംസാരിക്കുന്നതിന് പകരം റീന കൈ ഉയർത്തുകയാണ് ചെയ്തത്. റീനയുടെ കൈകൾ തുരുതുരെ ഇളയവളുടെ കവിളിൽ വീണു. ഡേസി കരഞ്ഞില്ല, നിന്നിടത്ത് നിന്നും നീങ്ങിയില്ല. ചേച്ചിയുടെ തല്ലെല്ലാം കൈയും കെട്ടിനിന്ന് അവൾ വാങ്ങി. റീന തല്ല് നിർത്തി. മതിയായോ? ഡേസി ചോദിച്ചു. നിന്നെ ഞാനിന്ന് കൊല്ലും. ഡേസിയുടെ മനസ്സ് കോപം കൊണ്ട് തിളച്ചു. കൊല്ലണ്ട, എനിക്കും ചേച്ചിക്കും ഒരുമിച്ച് മരിക്കാം. നമ്മൾ നീന്താൻ പഠിച്ച കായലുണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ ഓരോ മുഴം കയർ. നമ്മൾ രണ്ടുപേർ മരിച്ചതുകൊണ്ട് ഈ ലോകത്തിന് ഒരു ചുക്കും സംഭവിക്കാനില്ല. അടി വീണ കവിളിൽ തടവിക്കൊണ്ട് ഡേസി ചിരിച്ചു. ആ ചിരി ക്രൂരമായ ഒരു പരിഹാസമാണെന്ന് റീനയ്ക്ക് തോന്നി. അനുജത്തിയുടെ നോട്ടം നേരിടാൻ കരുത്തില്ലാതെ അവൾ പുറത്തേക്ക് നടന്നു. കുഞ്ചറിയാന്റെ ചായക്കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിച്ച് ആന്റണിയും തോമസ് കുട്ടിയും ഇറങ്ങി. വാടോ, ഓരോ ചായ കുടിച്ചിട്ട് പോവാം. തോമസ് കുട്ടി ഡ്രൈവറെ ക്ഷണിച്ചു. 3 പേരും ചായക്കടയിലേക്ക് കയറി. മാന്യന്മാരെ കണ്ടപ്പോൾ കുഞ്ചറിയാൻ ഡെസ്കും ബെഞ്ചും ശരിക്കൊന്ന് തുടച്ചു. ബ്രൂ കാപ്പിയുണ്ട്, എടുക്കട്ടെ? ആ, 3 എടുക്ക്, ആന്റണി പറഞ്ഞു. നിമിഷ വേഗതയിൽ ബ്രൂ കാപ്പി എത്തി. നിങ്ങൾ എവിടെ പോയതാ? കുഞ്ചരി അച്ഛൻ ചോദിച്ചു. ലാസറിന്റെ വീട് വരെ. മറുപടി പറഞ്ഞത് തോമസ് കുട്ടിയാണ്. വെറുതെ പോയെന്നേ ഉള്ളോ? ഒരു പെണ്ണാലോചനയ്ക്കായിരുന്നു, പക്ഷേ വേണ്ടെന്ന് വെച്ചു. നിങ്ങളുടെ ഭാഗ്യം. ആ ആലോചന വേണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അതെന്താ അങ്ങനെ? ആന്റണി ചോദിച്ചു. അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ. കുഞ്ചരിയാച്ചൻ മുഖം ചൊളിച്ചു. പെണ്ണാലോചന ഞങ്ങൾ വേണ്ടെന്ന് വെച്ചല്ലോ, പിന്നെന്താ പറഞ്ഞ? തോമസ് കുട്ടി അയാളെ പ്രോത്സാഹിപ്പിച്ചു. കുഞ്ചരിയാച്ചൻ തുടർന്നു. ഈ നാട്ടിൽ വ്യഭിചാരത്തിന് ലൈസൻസ് ഉള്ളത് 2 പേർക്കാ, റീനയ്ക്കും ഡേസിക്കും. അവരുടെ അപ്പൻ ലാസർ പെമ്മക്കളുടെ നടപടി ദൂഷ്യം സഹിക്കാൻ മേലാതെ കായലിൽ ചാടി ചത്തു. ആങ്ങളൊരുത്തനുണ്ടായിരുന്നത് മാനക്കേട് കൊണ്ട് നാട് വിട്ടു. എവിടാന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പം അവളുമാർക്ക് സുഖം. കാശ് വാരുവാ, 500ഉം 1000ഉം ഒക്കെയാ റേറ്റ്. ഇന്നാളൊക്കെ ആ മൂത്ത പെണ്ണ് സക്രിയാസിന്റെ വീട്ടിൽ വേലയ്ക്ക് പോകുമായിരുന്നു. ഇങ്ങനെ കാശുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വേലെടുപ്പ് നിർത്തി. ഇവിടെ എൻ്റെ അടുത്ത് വരും ചായയും പലഹാരവും കടം ചോദിക്കാൻ. ഞാൻ ആരാ പുള്ളി? ഒരൊറ്റ പൈസയ്ക്ക് ഞാൻ കടം കൊടുക്കുകയില്ല. റീനയുടെയും ഡേസിയുടെയും ചിരി കണ്ടുകൊണ്ടിരുന്നാലേ എൻ്റെ പെൺപിള്ളയും മക്കളും പട്ടിണിയാവും. സ്വന്തം സാമർത്ഥ്യത്തെ ഓർത്ത് കുഞ്ചറിയാൻ ചിരിച്ചു. ആന്റണി സ്തംഭിച്ചതുപോലെയായി. നമ്മുടെ ജെയിംസിന് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലമാറ്റം ശരിയാക്കണം, അല്ലെങ്കിൽ അവൻ ഇവിടെ കിടന്ന് അവൻ നശിച്ചു പോകും. ജെട്ടിയിലേക്ക് പോകുമ്പോൾ തോമസ് കുട്ടി പറഞ്ഞു. ജെട്ടിയിൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു ജെയിംസ്. പപ്പയുടെ മുഖം കണ്ടപ്പോഴേ അയാൾക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. നീ എന്നെ മനഃപൂർവ്വം നാണം കെടുത്തുമായിരുന്നു അല്ലേടാ?
കാറിൽ തന്നെ ഇരുന്നു കൊണ്ട് ക്ഷോഭത്തോടെ ആന്റണി ചോദിച്ചു. നീ ഇട്ടെന്ന് പറഞ്ഞ ആ മോതിരമുണ്ടല്ലോ, അത് ഊരിയെടുത്ത് അവൾ എൻ്റെ നേർക്ക് എറിഞ്ഞു. അവൾക്കിപ്പം കല്യാണം വേണ്ടെന്ന്, അവൾ ആരെയും സ്നേഹിക്കുന്നില്ലെന്ന്. തേവിടിച്ചി, അവളുടെ ബിസിനസ്സിന് ഒരു ദോഷമാ ഒരു കെട്ടിയവനുണ്ടാകുന്നത്. പപ്പയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ചുമട്ടുകാരൻ ലാസറിന്റെ പെമ്മക്കൾ മാനം വിറ്റ് ജീവിക്കുന്നവരല്ല. അത് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. എനിക്കിനി നിന്റെ ഒരു ബോധ്യപ്പെടുത്തലും കേൾക്കണ്ട. വീശകളെയും ചുങ്കക്കാരെയും സ്നേഹിച്ച് നീ അങ്ങ് പുണ്യാളനാകാനും ഞാൻ അനുവദിക്കില്ല. നാളെ തന്നെ ലീവ് എടുത്ത് വീട്ടിൽ വന്നോണം. അവിടെ വെച്ചാകും കൂടുതൽ സംസാരം. ഡ്രൈവർ, വണ്ടി വിട്. ദേഷ്യം കൊണ്ട് ആകെ വിറച്ച ആന്റണി ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. എടാ മോനെ, തോമസ് കുട്ടി വിളിച്ചു. നിനക്ക് ഞാൻ നല്ല കുടികെട്ടിയ വീട്ടിൽ നിന്ന് ആലോചന കൊണ്ടുവരും. ഒറ്റ മാസത്തിനകം നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കും. അടുത്ത ആഴ്ച മനസ്സ് ചോദ്യത്തിന് നീ തയ്യാറായിരുന്നു. വണ്ടി നീങ്ങി. അകലുന്ന ആ വാഹനത്തിലേക്ക് നോക്കി ജെയിംസ് അമ്പരപ്പോടെ നിന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കല്യാണം വേണ്ടെന്ന് ഡേസി പറഞ്ഞു അത്രേ. താൻ അന്നിട്ട മോതിരവും ഊരിയെറിഞ്ഞു. അയാളുടെ ഹൃദയം പ്രക്ഷുബ്ധമായി. ഒരു തരത്തിൽ അയാൾ അന്നത്തെ ഡ്യൂട്ടി ചെയ്തു തീർത്തു. പിന്നെ എന്തിനും തയ്യാറായി ഡേസിയുടെ വീട്ടിലേക്ക് നടന്നു. വഞ്ചകി, പ്രേമം ഹോബിയാക്കിയിരിക്കുകയാണ് അവൾ. ഇത്ര നാളും സ്നേഹിച്ച് നടന്നിട്ട് ഒടുവിൽ പറയുന്നു അവൾക്ക് കല്യാണം വേണ്ടെന്ന്. ഭയങ്കരമായ ചതി. ഈ ഇടത്തലയിലെ സർവ്വ മനുഷ്യർക്കും അറിയാം താൻ ഡേസിയെ പ്രണയിക്കുന്നുവെന്ന്. നാളെ അവൾ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ച് ഇതിലെ നടക്കുന്നത് കണ്ടാൽ അവർ തന്നെ പരിഹസിക്കില്ലേ? അയാൾ അവളുടെ വീട്ടിലെത്തി. ഡേസി, മുറ്റത്ത് നിന്ന് അയാൾ വിളിച്ചു. വിളി കേട്ട് ഡേസി ഇറങ്ങി വന്നു. അവളൊന്ന് ഭയന്നു. ജെയിംസിന്റെ നോട്ടം അത്രയ്ക്ക് ക്രൂരമായിരുന്നു. അയാളുടെ മുഖത്ത് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിൽക്കുന്നു. നീ എൻ്റെ പപ്പയെ അപമാനിച്ചയച്ചു അല്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. എൻ്റെ പപ്പ എന്നെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയില്ലടി. ഒരു പാവപ്പെട്ട ചുമട്ടുകാരൻ്റെ മകളെയാണ് ഞാൻ വിവാഹം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പപ്പ എന്നെ അഭിനന്ദിച്ചു, എൻ്റെ ഹൃദയവിശാലതയെ പുകഴ്ത്തി. എന്നിട്ട് ഒടുവിൽ നീ... അയാൾ പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു. വിടൂ, എന്നെ വിടൂ. ഡേസി ഒച്ചയെടുത്ത് കുതറി. അയാൾ പിടിവിട്ടില്ല. നീ എനിക്ക് അവകാശപ്പെട്ടവളാണ്. നിന്റെ മേൽ ആ അവകാശം ഇന്ന് ഞാൻ സ്ഥാപിച്ചെടുക്കും. എന്നെ വിടൂ. എൻ്റെ മേൽ ജെയിംസിന് ഒരവകാശവുമില്ല. അവൾ സർവ്വശക്തിയും എടുത്ത് പൊരുതി. പക്ഷെ അയാൾക്ക് ഒരു ഭ്രാന്തന്റെ കരുത്തുണ്ടായിരുന്നു. ചേച്ചി, ഡേസി ഉറക്കെ വിളിച്ചു. കായൽ തീരത്ത് ഒട്ടൽ തണ്ടുകൾ മുറിച്ചുകൊണ്ടിരുന്ന റീന ആ വിളി കേട്ടു. വെട്ടരിവാളുമായി അവൾ ഓടിയെത്തി. ജെയിംസ്, എന്താണ് ഈ കാണിക്കുന്നത്? അവളെ വിടൂ. റീന അവർക്കിടയിൽ കയറി. ഇല്ല, വിടില്ല. ഇവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ മോതിരമിട്ട് നിർത്തിയിരിക്കുന്നതാണ് ഇവളെ. എൻ്റെ പപ്പയെ അപമാനിച്ചതിന് ഇവളെ കൊണ്ട് ഞാൻ മാപ്പ് ചോദിപ്പിക്കും. നടക്കടി. അയാൾ അവളെ പടിക്കിലേക്ക് വലിച്ചു. അരിവാൾ ദൂരെ എറിഞ്ഞിട്ട് റീന പെട്ടെന്ന് ഡേസിയോട് ചേർന്നു. രണ്ട് യുവതികളുടെ ശക്തിയെ തോൽപ്പിക്കാൻ ജെയിംസിന് കഴിഞ്ഞില്ല. അയാളുടെ പിടി അയഞ്ഞു. തൽക്ഷണം കൈ വലിച്ചെടുത്ത് ഡേസി വീട്ടിലേക്ക് ഓടി. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ ജെയിംസ്? അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവളുടെ പുറകെ നടക്കുന്നത്? റീന ചോദിച്ചു. അവൾക്ക് ഉള്ളുകൊണ്ട് ജെയിംസിനോട് സഹതാപമുണ്ടായിരുന്നു, ഡേസിയോട് ദേഷ്യവും. പക്ഷേ രമ്യതയിലാക്കാൻ ഒരു വഴിയും അവൾ കണ്ടില്ല. ഒച്ചപ്പാടും ബഹളവും കേട്ട് വീടിന് മുമ്പിൽ കാഴ്ചക്കാരെത്തിയിരുന്നു. അവർ കൂകുകയും എരികൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. മാനക്കേടോടെ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് ജെയിംസ് ഇറങ്ങിപ്പോയി. അയാളുടെ മനസ്സിനുള്ളിൽ ഒരു കടലിരമ്പുകയായിരുന്നു. താൻ പ്രാണനേക്കാൾ കൂടുതലായി സ്നേഹിച്ചവളാണ് ഡേസി. ആർഭാടത്തോടെയുള്ള കല്യാണം, മുന്തിരിച്ചാറിന്റെ ലഹരിയുള്ള മധുവിധു, സ്വപ്നസുന്ദരമായ ഒരു ജീവിതത്തെ ഓർത്ത് എന്നും ദാഹിച്ചിരുന്നു. അവസാനം ഇതാ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുന്നു. എത്രയും വേഗം ഒരു സ്ഥലം മാറ്റം വാങ്ങണം. ഹൃദയത്തിലെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവിൻ്റെ വേദനയുമായി അകലെങ്ങാനും ഏകാന്ത ജീവിതം നയിക്കണം. കുമ്പസാരക്കൂട്ടിലിരുന്ന ഡേസി തൻ്റെ മനസ്സിൻ്റെ വാതിൽ മലർക്കെ തുറന്നിട്ടു. അവളുടെ ഹൃദയത്തിൻ്റെ വെളിച്ചം വീഴാത്ത ഭാഗങ്ങൾ പോലും ഫാദർ മാത്യൂസ് വ്യക്തമായി കണ്ടു. അവളുടെ ധർമ്മസങ്കടത്തിൻ്റെയും നിസ്സഹായതയുടെയും കളങ്കപ്പെടുത്തലിൻ്റെയും കഥകൾ ആ വൈദികൻ അറിഞ്ഞു. ദീർഘനേരം കഴിഞ്ഞ് അവൾ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ചാഞ്ഞിരുന്നു. കാറ്റാടി മരങ്ങളുടെ നിഴൽ പരന്ന പള്ളിമുറ്റത്ത് നിന്ന് അച്ഛനും ഡേസിയും പിന്നെയും സംസാരം തുടർന്നു. അച്ഛൻ പറയും, ഞാൻ എന്ത് ചെയ്യണം? കായലിൽ ചാടി ചത്താലെന്ന് വരെ എനിക്ക് തോന്നുകയാണ്. ആത്മഹത്യ പാപമാണ് മോളെ. മറ്റൊരാളെ കൊല്ലുന്നതിന് തുല്യമാണ് സ്വയം ജീവനെടുക്കുന്നതും. നീ ധൈര്യമായിരിക്കൂ. ദൈവം നിന്നോട് കൂടെയുണ്ട്.
ഫാദർ മാത്യൂസ് അവളെ സമാധാനപ്പെടുത്തി. ചെന്നായ്ക്കൾ മേയുന്ന ഭൂമിയിൽ കുഞ്ഞാടുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ച് അദ്ദേഹം ആത്മവേദനയോടെ ഓർത്തു. അച്ഛൻ ആവശ്യപ്പെട്ട ഞാൻ ജെയിംസിനെ ഭർത്താവായി സ്വീകരിക്കാം. അച്ഛൻ ധൈര്യം തന്ന എൻ്റെ കളങ്കം ഞാൻ മറച്ചു വയ്ക്കാം. പക്ഷേ പാപവും പുണ്യവും തിരിച്ചറിയാവുന്ന ഒരു വൈദികൻ അങ്ങനെ എന്നോട് ആവശ്യപ്പെടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവൾ ഒരു മറുപടിക്ക് വേണ്ടി ഫാദർ മാത്യൂസിൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ വിഷാദത്തോടെ ഒന്ന് മന്ദഹസിച്ചു. പിന്നെ പറഞ്ഞു, മകളെ, നീ പാപിയല്ല, പക്ഷേ പരിശുദ്ധയുമല്ല. കല്ലെറിഞ്ഞത് ആരായാലും പറയുടെ ചിറകൊടിഞ്ഞു എന്നതാണ് സത്യം. നീ പ്രാർത്ഥിക്കൂ. കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ വേദനകളും ഒരു സഹനമാക്കി തീർക്കൂ. അവസാനം നീ നന്മയുടെ പറുദീസയിലിരിക്കുമ്പോൾ പാപികൾ നരകത്തിലെ തീച്ചൂളയിൽ വെന്തുപിടയുകയാവും. ദൈവം നീതിമാനാണ് മോളെ. അവിടുത്തെ വിധി തീർപ്പിൽ സകല കുറ്റവാളികളും ശിക്ഷിക്കപ്പെടും. അവർ പിരിഞ്ഞു. അച്ഛൻ പള്ളിമേടയിലേക്കും ഡെയ്സി വീട്ടിലേക്കും നടന്നു. ഇന്നത്തെ ദിവസം അവൾ ഒന്നും കഴിച്ചതല്ല. വിശപ്പ് വേദനയോടെ വയറ്റിൽ കൊളുത്തിപ്പിടിക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ റീന ഉണക്കക്കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് ചേർക്കാതെ വെറുതെ ഉപ്പ് തളിച്ചിരിക്കുകയാണെന്ന് മാത്രം. എന്നാലും വേണ്ടില്ല, 4-5 കഷ്ണം തിന്നാൽ വയറ്റിലെ കത്തലൊന്ന് അടങ്ങുമല്ലോ. അലുമിനിയം പിഞ്ഞാണത്തിലേക്ക് ഡെയ്സി കുറച്ച് കപ്പ വിളമ്പിയെടുത്തു. പക്ഷേ ഒരൊറ്റ കഷ്ണം പോലും തിന്നാൻ അവൾക്ക് സാധിച്ചില്ല. മണമടിച്ചപ്പോഴേ ഛർദ്ദിക്കാൻ തോന്നി. വായ പൊത്തിപ്പിടിച്ച് അവൾ മറപ്പുറയിലേക്ക് ഓടി. റീനയും അവളുടെ പിന്നാലെ ചെന്ന് പുറം തിരുമ്മിക്കൊടുത്തു. കട്ടുള്ള കപ്പയായിരിക്കും, അത് മേടിച്ച് വെറുതെ പൈസ കളഞ്ഞു, റീന പറഞ്ഞു. ഡെയ്സി ഒന്നും മിണ്ടിയില്ല. പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും ഡെയ്സി ഛർദ്ദി തുടർന്നു. നമുക്ക് ഗവൺമെൻറ് ആശുപത്രി പോവാം. റീന അവളെയും കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലെത്തി. ചീട്ടെടുത്ത് ക്യൂ നിന്നു. കാല് കഴിച്ച് കണ്ണിൽ ഇരുട്ട് കയറിയപ്പോൾ അവർ പരിശോധന മുറിയിൽ എത്തിക്കഴിഞ്ഞു. പേടിക്കാനൊന്നുമില്ല, 2 മാസം ഗർഭമുണ്ട്, പരിശോധന കഴിഞ്ഞപ്പോൾ ലേഡി ഡോക്ടർ പറഞ്ഞു. റീന ഞെട്ടിപ്പോയി. ശബ്ദിക്കാൻ ശക്തിയില്ലാതെ അവൾ അനുജത്തിയുടെ മുഖത്തേക്ക് നോക്കി. നല്ല ആഹാരവും നല്ല വ്യായാമവും വേണം, എങ്കിൽ കുട്ടിക്ക് ആരോഗ്യമുണ്ടായിരിക്കും. അമ്മയ്ക്ക് സുഖപ്രസവവും നടക്കും. മരുന്നിനെ കുറിച്ച് തരാം, വെളിയിൽ നിന്ന് വാങ്ങിക്കഴിക്ക്. ടോണിക്കിനും ഗുളികയ്ക്കും ഡോക്ടർ കുറിച്ചു കൊടുത്തു. കാലുകൾ തളർന്ന് നടക്കാൻ ശേഷിയില്ലാതെ അവർ ആശുപത്രിയിൽ നിന്നിറങ്ങി. പരസ്പരം സംസാരിക്കാതെ വീട്ടിലെത്തി. ദേഷ്യത്തേക്കാളേറെ സങ്കടമായിരുന്നു റീനയ്ക്ക്. അനുജത്തി ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്ന് അവൾ ഒട്ടും ഓർത്തില്ല. ഇനി മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? തരം കിട്ടിയാൽ കല്ലെറിയുന്നവരാണ് തങ്ങൾക്ക് ചുറ്റുമുള്ളത്. അവരൊക്കെ കാര്യങ്ങൾ അറിയുമ്പോൾ കൂവി ആർക്കും. ഈ ചതിവ് പറ്റിയിട്ടും നീ എന്താണ് ജെയിംസിനെ സ്വീകരിക്കാതിരുന്നത്? റീന ചോദിച്ചു. എന്നെ ചതിച്ചത് ജെയിംസ് അല്ല, പിന്നെ ആരാ? എനിക്ക് അയാളെ അറിയില്ല ചേച്ചി. അതിനു മുമ്പ് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ല. എൻ്റെ അടുത്ത് തെമ്മാടിത്തരം പറയരുത്, റീനയുടെ ശബ്ദമുയർന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും തീപ്പൊരി പാറി വീണു. സത്യമാണ് ചേച്ചി ഞാൻ പറയുന്നത്. എനിക്ക് അയാളുടെ പേര് പോലും അറിയില്ല. അവറാച്ച മുതലാളിയുടെ വീട്ടിൽ വെച്ച് ആ ദ്രോഹി എന്നെ നശിപ്പിച്ചു. എൻ്റെ ജീവിതം അവൻ തുലച്ചു. റൂബിളച്ചായൻ അവിടെ ചെന്നോന്ന് അറിയാൻ പോയതായിരുന്നു ഞാൻ. റൂബിളച്ചായന് ജോലി കൊടുത്തെന്ന് അവറാച്ച മുതലാളി എന്നോട് കള്ളം പറഞ്ഞു. അച്ചായൻ എന്നെ ഫോണിൽ വിളിക്കുന്നു, ചെന്ന് സംസാരിക്കാമെന്ന് ആവശ്യപ്പെട്ടു. മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ മുറിക്കകത്തേക്ക് കയറി. ഡെയ്സി അന്നത്തെ ആ സംഭവം മുഴുവൻ വിവരിച്ചു. എല്ലാം കേട്ടിട്ട് റീന ചോദിച്ചു, അവിടെ അപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? ഒരു വയലക്കാരനുണ്ടായിരുന്നു, 10-14 വയസ്സുള്ള ഒരു ചെറുക്കൻ. അവനെ കാണാൻ വേണ്ടി അവറാച്ചനറിയാതെ പലതവണ ഞാൻ അവിടെ ചുറ്റിക്കറങ്ങി. പക്ഷെ അവനെ കണ്ടില്ല. അവരവനെ പിരിച്ചു വിട്ടെന്നാ തോന്നുന്നത്. ആ അവറാച്ചനെ ഞാനിന്ന് കൊല്ലും. അവൻ്റെ ശവമടക്ക് കഴിഞ്ഞിട്ടേ ഞാനിനി പച്ച വെള്ളമെങ്കിലും കുടിക്കൂ. റീനയുടെ ഞരമ്പുകളിൽ ചോര തിളച്ചു. അവൾ പെട്ടെന്ന് വസ്ത്രം മാറുവാൻ തുടങ്ങി. അയ്യോ ചേച്ചി പോരുത്, ഡെയ്സി അവളെ തടഞ്ഞു. മാറി നിൽക്കടി, റീന അലറി. എൻ്റെ പൊന്നു ചേച്ചിയല്ലേ, പോകരുത്. ചേച്ചി പോയാ എനിക്ക് ആരുമില്ലാതാകും. അവറാച്ച മുതലാളിയോട് ചേർന്ന നമ്മുടെ അപ്പച്ചൻ നശിച്ചത്. ആ പരമദുഷ്ടന്റെ ഗുണ്ടകളാണ് രാഷ്ട്രീയ കളിയിൽ നമ്മുടെ സാബുച്ചായനെ കൊന്നത്. അതിന്റെ കേസിൽ ഒരൊറ്റ ആളിനെ പോലും കോടതി ശിക്ഷിച്ചില്ല. അയാളുടെ അടുത്ത് ജോലി ചോദിച്ചു പോയ റൂബിളച്ചായനും തിരികെ വന്നിട്ടില്ല. വിവരം അറിയാൻ ചെന്നതാണ് ഞാൻ. ആ ബംഗ്ലാവിൽ വെച്ച് ഞാനും നശിച്ചു. ഇനി ചേച്ചിയും കൂടി പോയാൽ ഞാൻ അനാഥയാകും. ഡെയ്സി പൊട്ടിക്കരഞ്ഞു. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാവാതെ റീന കുഴങ്ങി. അവറാച്ച മുതലാളി വലിയ പണക്കാരനാണ്. മന്ത്രിമാരെ വരെ അയാൾക്ക് സ്വാധീനിക്കാൻ കഴിയും.
എതിർത്ത് ചെന്നാൽ ഒരുപക്ഷെ അയാൾ തന്നെ തല്ലിക്കൊന്ന് കായലിൽ എറിഞ്ഞെന്നും വരാം. അവസാനം ഡെയ്സിക്ക് ആരുമില്ലാതാകും. അപ്പനില്ലാത്തൊരു കൈക്കുഞ്ഞുമായി അവൾ ഈ നാട്ടിൽ തെണ്ടി നടക്കേണ്ടി വരും. റീന വീണ്ടും മുഷിഞ്ഞ വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തു. ഞാൻ എങ്ങും പോണില്ല, നീ കരയാതിരിക്കുക. അവൾ ഡെയ്സിയെ സമാധാനിപ്പിച്ചു. റീന കാപ്പി തിളപ്പിച്ചു, കഞ്ഞിക്ക് വെള്ളമിട്ടു. കുറച്ച് താവലരിയാണ് ആകെയുള്ളത്. അവളത് പേറ്റിക്കൊഴിച്ച് കല്ല് നീക്കി. പക്ഷെ മനസ്സ് സമാധാനപ്പെടുന്നില്ല. യാന്ത്രികമായി ഓരോന്നും ചെയ്യുന്നുവെന്നേ ഉള്ളൂ. ചിന്തകളിൽ തലച്ചോറ് പുകയുകയാണ്. ഡെയ്സിയുടെ വയറ്റിൽ വളരുന്ന ജീവൻ ആരുടേതാണെന്ന് അറിയണം. അവറാച്ചൻ മുതലാളിയുമായി കണക്ക് തീർക്കണം. ആ ദ്രോഹിയുടെ തല ഒരു പന്ത് പോലെ തട്ടിക്കളയണം. കഞ്ഞിയുടെ വെള്ളം തിളച്ചു. അവൾ അരി കഴുകിയിട്ടു. ഡെയ്സി അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. കണ്ണു തെറ്റിയാൽ ചേച്ചി പോയി കളയുമെന്ന് അനുജത്തിക്കറിയാം. അന്നത്തെ പകൽ അവസാനിച്ചു. പടിഞ്ഞാറ് ചുവന്ന മേഘങ്ങൾക്കുമേലെ കാളിമ പരന്നു. കായൽ പരപ്പിലൂടെ ഇരുൾ മെല്ലെ എഴിഞ്ഞെത്തി. അവർ പ്രാർത്ഥന ചൊല്ലി. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വാഴ്ത്തിപ്പാടി. റീനയുടെ നെഞ്ചിനുള്ളിൽ ഒരു തേങ്ങൽ ഉയർന്നു. തൊണ്ട കനത്തു വരുന്നത് പോലെ. ഇല്ല, സങ്കടപ്പെടില്ല. എല്ലാ പരീക്ഷണങ്ങളെയും ധൈര്യമായി നേരിടും. അവൾ ഒന്ന് ചുമച്ചു. തൊണ്ടയുടെ കനപ്പ് നീക്കി. പിന്നെ കുറെ കൂടി തെളിഞ്ഞ ശബ്ദത്തിൽ പാടിക്കൊടുത്തു. ഡെയ്സി ഏറ്റുപാടി. കായൽപ്പരപ്പിലൂടെ ഭക്തി നിർഭരമായ ആ പ്രാർത്ഥനാ ഗാനത്തിൻ്റെ സാന്ദ്രമധുരമായ അലകൾ ഒഴുകി നീങ്ങി. അത്താഴം കഴിഞ്ഞ് വിളക്കണച്ച് അവർ കിടന്നു. പക്ഷേ ഇരുവർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പനില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ വളർത്തിക്കോളാം. അതിൻ്റെ മാനക്കേടും ദുരിതവും ഞാൻ സഹിച്ചോളാം. എന്നാലും എൻ്റെ ചേച്ചി വഴക്കിന് പോകരുത്, ഡെയ്സി ഉപദേശിച്ചു. ഉറക്കത്തിൽ എന്ന പോലെ റീന ഒന്ന് മൂളി. ചിതലെടുത്ത മേൽക്കൂരയിലൂടെ നിലാവെളിച്ചം അകത്തേക്ക് ഒഴുകി വീഴുന്നുണ്ടായിരുന്നു. ഇളകിയ മറയോലകൾ കാറ്റിൽ ശബ്ദിച്ചു. ദുഃഖിതനായ ലാസറിൻ്റെ അടക്കിയ തേങ്ങലുകൾ പോലെ കായൽ തെരുവുകളുടെ ചുരുൾ നിവരുന്നു. ഉറക്കം ഞെട്ടിയകന്ന വെള്ളക്കൊറ്റുകൾ മരക്കൊമ്പുകളിലിരുന്ന് കലമ്പി. രാപക്ഷികളുടെ ഗീതികൾ കേട്ട് രാത്രി കടന്നുപോയി. പകൽവെട്ടം ഭൂമിയിൽ പരന്നു. വൈകി ഉണർന്ന ഡെയ്സി ചേച്ചി കിടന്നിരുന്ന പായയിലേക്ക് നോക്കി. അത് ശൂന്യമായിരുന്നു. അവൾ വീട്ടിനകത്തും വെളിയിലും നോക്കി. റീനയെ അവിടെ എങ്ങും കണ്ടില്ല. ചേച്ചി, അവൾ ഉറക്കെ വിളിച്ചു. മറുപടിയില്ല. ചേച്ചി, കുറെ കൂടി ഉച്ചത്തിലുള്ള വിളി. ഓളങ്ങളിൽ തട്ടി ആ വിളി പ്രതിധ്വനിച്ചു. ഡെയ്സി അകത്ത് ചെന്ന് ചേച്ചിയുടെ തലയിണ കീഴിൽ നോക്കി. പതിവുള്ള അരിവാൾ അവിടെ കണ്ടില്ല. ഡെയ്സിയുടെ ഉള്ളിലൊരു നടുക്കമുയർന്നു. അവൾക്ക് തല ചുറ്റുന്നുവെന്ന് തോന്നി. നിൽക്കാനാവതില്ലാതെ അവൾ വീണ്ടും പൊളിഞ്ഞ തഴപ്പായിലേക്ക് വീണു. ബെഡ് കോഫി കഴിഞ്ഞ് അവറാച്ച മുതലാളി ദിനപത്രം കയ്യിലെടുത്തു. മന്ത്രിമാരുടെ കല്ലീടിയിലും കാലുമാറലും വിദേശ പര്യടനവും വായിച്ചു. ഫണ്ട് പിരിവിനിറങ്ങിയ പാർട്ടി നേതാവിൻ്റെ ആഹ്വാനവും നിർദ്ദേശവും മനഃപ്പാടമാക്കി. പിന്നെ ഒരു സിഗരറ്റ് കത്തിച്ച് കീങ് ചെയറിൽ ചാരിക്കിടന്ന് മന്ത്രി കസേര സ്വപ്നം കാണാൻ തുടങ്ങി. അനുരാധയിലെ പടം മാറിയോ ഡാഡി? മകൾ റസീന വന്ന് കൊഞ്ചലോടെ മുതലാളിയോട് ചോദിച്ചു. യൗവനത്തിലേക്ക് കാലൂന്നിയ ഒരു മാതകറാണിയാണവൾ. അവറാച്ചന് ദേഷ്യം തോന്നി. ആനക്കാര്യത്തിനിടയിലാണ് മകളുടെ ഒരു ചേനക്കാര്യം. അയാൾ പത്രമെടുത്ത് നീട്ടി. ദാ, കൊണ്ടുപോയി നോക്ക്. റസീന പത്രം വാങ്ങി ഡ്രോയിങ് റൂമിലേക്ക് പോന്നു. ഡാഡി ഇന്ന് നല്ല മൂഡിലല്ല. കസേരയിലിരുന്ന് അവൾ ഇന്നത്തെ സിനിമ നോക്കാൻ തുടങ്ങി. 4-5 നിമിഷങ്ങൾ കഴിഞ്ഞു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു കൈ റസീനയുടെ തലമുടി കുത്തിൽ പിടുത്തമിട്ടു. ഒപ്പം ഒരരിവാൾ അവളുടെ കഴുത്തിനോടടുത്തു. അയ്യോ! റസീനയുടെ നീണ്ട നിലവിളിയിൽ ആ ബംഗ്ലാവ് ഞെട്ടിവിറച്ചു. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.